നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനി സ്കോട്ട്ലൻഡിനെ തകർത്ത് തരിപ്പിടമാക്കുമ്പോൾ ഒരുപിടി റെക്കോർഡുകൾ കൂടി അവിടെ പിറന്നിരിക്കുകയാണ്. പല റെക്കോർഡുകളും അവർ തിരുത്തി എഴുതിയിരിക്കുകയാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്തൊക്കെ റെക്കോർഡുകൾ പിറന്നിരിക്കുന്നു. യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ട്. നോക്കുക, ജർമ്മനി are the first side to have two players aged 21 or younger score in the same game at European Championship. 21 വയസ്സോ അതിന് താഴെയുള്ള രണ്ട് താരങ്ങൾ ഒറ്റക്കളിയിൽ ഗോൾ അടിക്കുന്ന ആദ്യ ടീമായിട്ട് ജർമ്മനി മാറിയിരിക്കുന്നു. യൂറോ കപ്പിൽ 21 വയസ്സുള്ള രണ്ട് താരങ്ങൾ ഗോൾ അടിക്കുന്ന ആദ്യ ടീമായിട്ട് മാറിയിരിക്കുന്നു അവർ. അതെ, ഫ്ലോറിയൻ വെർട്സും ജമാൽ മുസിയാലയും ഗോൾ അടിച്ചുകൊണ്ടാണല്ലോ ജർമ്മനി തുടങ്ങിയത്. ജർമ്മനിയുടെ പ്രസന്റും അതുപോലെ തന്നെ ഫ്യൂച്ചറും ഒക്കെ ആ കൈകളിൽ ഭദ്രമാണ് എന്നാണ് യുവതാരങ്ങൾ ഇപ്പോൾ ഈ ബിഗ് സ്റ്റേജിൽ തിളങ്ങിക്കൊണ്ട് വിളിച്ചു പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദി 3-time winner scored 3 goals in the first half of a Euro match for the first time. ജർമ്മനി 3 തവണ യൂറോ കപ്പ് മുത്തമിട്ടവരാണ്. ഫസ്റ്റ് ഹാഫിൽ 3 ഗോളുകൾ അവർ നേടുന്നത് ഇത് ആദ്യമായിട്ടാണ്, യൂറോ കപ്പിൽ ആദ്യമായിട്ടാണ് എന്നതുകൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 21 വയസ്സും 42 ദിവസവുമാണ് ഫ്ലോറിയൻ വെർട്സിന്റെ പ്രായം. അദ്ദേഹമാണ് യൂറോ കപ്പിൽ ജർമ്മനിക്കായിട്ട് ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് ഇപ്പോൾ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി ന്യൂ ഇയർ അദ്ദേഹത്തിന്റെ 35ാമത്തെ അപ്പിയറൻസ് ആണ് വേൾഡ് കപ്പിലും യൂറോ കപ്പിലുമായിട്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഫിലിപ്പ് ലാമിന്റെ ജർമ്മൻ റെക്കോർഡ് 34 മത്സരങ്ങൾ, വേൾഡ് കപ്പിലും യൂറോ കപ്പിലുമായിട്ട് 34 മത്സരങ്ങൾ കളിച്ചുകൊണ്ട് റെക്കോർഡ് ഇട്ടിരുന്നു ഫിലിപ്പ് ലാം. ആ ജർമ്മൻ റെക്കോർഡ് ഇതാ തിരുത്തിയിരിക്കുന്നു മാനുവൽ ന്യൂയർ. 35 മത്സരങ്ങളായി വേൾഡ് കപ്പിലും യൂറോ കപ്പിലുമായിട്ട്. ദെൻ ആൻഡി റോബർട്ട്സൺ സ്കോട്ട്ലൻഡിനെ ക്യാപ്റ്റൻ ചെയ്യുന്നത് 50ാമത്തെ മത്സരത്തിലാണ്. അതേസമയം സ്കോട്ട് മാക്ടോമിനെയും റയാൻ ക്രിസ്റ്റിയും 50ാമത്തെ മത്സരമാണ് കളിച്ചിരിക്കുന്നത്. ആൻഡി റോബർട്ട്സന്റെ 50ാമത്തെ മത്സരം ക്യാപ്റ്റൻ ആയിക്കൊണ്ടെങ്കിൽ മറ്റു രണ്ട് താരങ്ങളും അവരുടെ കരിയറിലെ 50ാമത്തെ അന്താരാഷ്ട്ര മത്സരമാണ് സ്കോട്ട്ലൻഡിനായിട്ട് കളിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പോർട്ടുഗീസിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഇൽക്കൈ ഗുണ്ടോഗനെ ഫൗൾ ചെയ്തതിന്റെ പേരിലാണ് അത് ലഭിച്ചത്. അദ്ദേഹത്തിന് സെൻഡ് ഓഫ് കിട്ടി, റെഡ് കാർഡ് കിട്ടി. യൂറോ ഡെബ്യൂവില് റെഡ് കാർഡ് കിട്ടുന്ന താരം 2016 ഓസ്ട്രിയയുടെ അലക്സാണ്ടർ ഡ്രഗോവിച്ചിന് ഹംഗറിക്കെതിരെ ഇങ്ങനെ റെഡ് കാർഡ് കിട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഡെബ്യൂവിൽ ഒരു താരം റെഡ് കാർഡ് വാങ്ങി പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഫുൾക്രൈക്കിന്റെ ഒരു കിഡ്ലൻ ഗോൾ ഉണ്ടായിരുന്നു, സ്റ്റണ്ണിങ് സ്ട്രൈക്കിലൂടെയുള്ള ഗോള്. അദ്ദേഹത്തിന്റെ 3 അന്താരാഷ്ട്ര ഗോളുകളും വന്നിരിക്കുന്നത് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ദെൻ ജർമ്മനി യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ, യൂറോ കപ്പിൽ ഓപ്പണിംഗ് മത്സരം വിജയിക്കുന്നത് 8ാം തവണയാണ്. മറ്റൊരു ടീമും ഇത്രയധികം ഓപ്പണിംഗ് മത്സരങ്ങൾ വിജയിച്ചിട്ടില്ല. രണ്ടാമതുള്ള ടീമുകൾ 6 വിജയങ്ങളേ ഉള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ദെൻ സ്കോട്ട്ലൻഡിന്റെ കാര്യമാണ് ഇതിൽ ഏറ്റവും പരിതാപകരമായ 2 റെക്കോർഡുകൾ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഓൺലി ദി സെക്കൻഡ് സൈഡ് ടു റെക്കോർഡ് ലെസ് ദാൻ 2 shots in a single Euro match since 1980. 1980 ശേഷം ഒരു യൂറോ കപ്പ് മത്സരത്തില് ലെസ് ദാൻ 2 ഷോട്ടുകൾ പോലും ഉതിർക്കാൻ കഴിയാതെ പോയ ടീം എന്ന രൂപത്തിൽ, ഓൺലി ദി സെക്കൻഡ് സൈഡ് എന്ന രൂപത്തിലേക്ക് നാണക്കേടിന്റെ റെക്കോർഡ്, ഒറ്റ ഷോട്ടാണ് അവർ ഉതിർത്തത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൺലി ദി തേർഡ് സൈഡ് ടു റെക്കോർഡ് ലെസ് ദാൻ 3 touches in the penalty area in a single Euro match since 1980. 1980 ശേഷമുള്ള കണക്കുകൾ എടുത്താൽ പെനാൽറ്റി ഏരിയകളിലേക്ക് കടന്ന് 3 ടച്ചുകൾ പോലും നടത്താൻ കഴിയാത്ത ടീമുകളുടെ ലിസ്റ്റ് എടുത്താൽ 3ാമത്തെ മാത്രം ടീമാണ് 1980 ശേഷം. ഇപ്പോൾ സ്കോട്ട്ലൻഡ് ആകെ 2 ടച്ചുകളാണ് എതിരാളികളുടെ പെനാൽറ്റി ഏരിയയിൽ അവർ നടത്തിയത് എന്നർത്ഥം. ചുരുക്കത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം എ നൈറ്റ് ടു ഫോർഗെറ്റ് ഇൻ മ്യൂണിക് എന്നാണ് പറയേണ്ടത്. സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു ജർമ്മനിയുടേത്. അതിന്റെ പുറകെ ഒരുപിടി റെക്കോർഡുകളും അവർ ആ മത്സരത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.